പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും നമ്മുടെ ജീവിതത്തെ ഏറെ ധന്യമാക്കുവാനും ഈശോ ഒരു നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു നിയോഗവും ഒരു പ്രാർത്ഥനയും ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കണം. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു സ്നേഹിതൻ യാത്രാമധ്യേ മറ്റൊരു സ്നേഹിതൻ്റെ അടുത്ത് ചെല്ലുന്നു. അവനോട് ചോദിക്കുകയാണ്, 3 അപ്പം നീ എനിക്ക് വായ്പ തരിക. അവൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിന്നെ സഹായിക്കുവാൻ എനിക്ക് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി ഒഴിവുകൾ പറയുക. തുടർന്ന് വചനം പറയാണ്, നിർബന്ധം നിമിത്തം അവൻ എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകി. അവൻ ചോദിച്ചത് 3 അപ്പമാണ്. ഈ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നാളുകളായിട്ട് ഉയർത്തുന്ന പ്രാർത്ഥനകൾ, അസാധ്യമെന്ന് അല്ലെങ്കിൽ മനുഷ്യ ചിന്തയിലും ബുദ്ധിയിലും ഹൃദയത്തിലും നമ്മൾ ഗ്രഹിച്ചിട്ടുള്ള 3 നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിങ്ങൾ സമർപ്പിക്കുക. ഈ 3 നിയോഗങ്ങൾ ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് ഉത്തരം തരണം. കാരണം ലൂക്കാ 11:9 ഈശോ വീണ്ടും പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നുണ്ട്, അന്വേഷിക്കുന്ന ഏവനും അത് കണ്ടെത്തിയിട്ടുണ്ട്. മുട്ടിക്കൊണ്ടിരുന്നവൻ്റെ മുമ്പിലെല്ലാം അവൻ മുട്ടിയ വാതിലുകൾ ഒരു നാൾ ദൈവം അവന് വേണ്ടി തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ കണ്ണുകൾ അടച്ച് ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ നിങ്ങളുടെ 3 നിയോഗങ്ങൾ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. ഏറെ നിയോഗങ്ങളുണ്ടാകാം, അത് സമർപ്പിച്ചു. പക്ഷേ ഒരു പ്രത്യേക നിയോഗമെന്ന നിലയിൽ ലൂക്കാ 11 പ്രാർത്ഥനയുടെ ശക്തി എന്ന ആ വചനത്തിൻ്റെ അഭിഷേകം ഏറ്റെടുത്ത് ഈശോയോട് പറയുന്നത്, ഈശോയെ, ഞാനും ഇതാ തിരുമുമ്പിൽ നിർബന്ധപൂർവ്വം ഈ 3 നിയോഗങ്ങൾ സമർപ്പിക്കുക. ഈ 3 നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യം, ഒരന്വേഷണം, ഒരു മുട്ടൽ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ നിങ്ങൾ തുടങ്ങുക. ഓരോ പ്രാർത്ഥനാ വേളയിലും ശുശ്രൂഷ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയെ ഓർമ്മിപ്പിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക, നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുക, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഹൃദയം തുടിക്കണം, നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കണം. ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ആ വിശ്വാസത്തോടെ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ ശാലോമിൻ്റെ വിവിധ മീഡിയയിലൂടെ, ടെലിവിഷനിലൂടെ, യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കണ്ണുകൾ അടച്ച് ഈ കൂട്ടായ്മയോടൊന്ന് ചേരുക. നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവത്തിരുമുമ്പിൽ ഉറപ്പോടെ വ്യക്തതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം തരുന്ന ദൈവമാണ്. ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നൊരു ദൈവം നിനക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ രാത്രി നീ എത്തി നിൽക്കുന്നത്. ഒരത്ഭുതത്തിന് വേണ്ടി നിൻ്റെ ജീവിത സാഹചര്യത്തെ ദൈവം ഒരുക്കുക. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. 2 കരങ്ങളും ദൈവ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഈ ഉയർത്തിയ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിച്ച 3 നിയോഗങ്ങളുണ്ട്. ഇത് മറ്റാർക്കും അറിയത്തില്ല, നിനക്കറിയാം, നിൻ്റെ ദൈവത്തിനറിയാം. മറ്റാർക്കും അറിഞ്ഞുകൂടാ. രഹസ്യങ്ങൾ കാണുന്ന ദൈവം, രഹസ്യങ്ങൾ അറിയുന്ന ദൈവം, നിന്റെ ഹൃദയത്തിൻ്റെ ഇംഗിതം തിരിച്ചറിയുന്ന ദൈവം നിനക്ക് വേണ്ടി രാത്രിയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുക. അത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുക. വിശ്വാസം ഉണരട്ടെ. 2 കരമുയർത്തി ദൈവത്തിനു മുമ്പിൽ ജീവിതം സമർപ്പിച്ച് ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്ന ദൈവമേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവമേ. നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയേ, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഈശോയേ, നന്ദി ദൈവമേ.
കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം മാധു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. കരങ്ങളൊന്ന് ശക്തമായിട്ടൊന്നടിച്ച് വലിയ ഉണർവോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുക. ദൈവമെന്ന് നിശ്ചയമായി എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. ദൈവം എനിക്ക് വേണ്ടി രാത്രിയിൽ ഒരു അത്ഭുതം ചെയ്യും. പ്രിയമുള്ളവരെ, ആ ബോധ്യത്തോടെ നമ്മുടെ സാഹചര്യം എന്ത് തന്നെ കൊള്ളട്ടെ, അതിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് വലിയവനായ ദൈവത്തിലേക്ക് നോക്കി കരമടിച്ച് വലിയ ശക്തിയോടെ ഉണർവോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. ഇരുകരങ്ങൾ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കുകയാണ്. ദൈവമേ, എൻ്റെ വിശ്വാസം ഉണരണം കർത്താവേ. ഉണർവോടെ എനിക്ക് പ്രാർത്ഥിക്കണം. അവിടുത്തെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ രാത്രി നിറയണം. എൻ്റെ കുടുംബം ഏറെ അനുഗ്രഹിക്കപ്പെടണം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഞാനൊരു അനുഗ്രഹമായി മാറണം. എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമായി മാറണം. ദേശത്തിന് അനുഗ്രഹമായി മാറണം. രണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. യേശുവേ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് മാറായ മാധുര്യമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. 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 സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. കരമൊന്ന് ഉയർത്തിയിടിച്ച് നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഉള്ളിൽ ഉറക്കട്ടെ. നിശ്ചയം 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 അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 2:9 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സഹിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണു കാണുകയോ ചെവി കേൾക്കുകയോ ഒരു ഹൃദയവും ഒരു മനസ്സോ ഇന്നോളം ഗ്രഹിക്കാത്തതാണ്. വിശ്വസിച്ച് വലതുകരുതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ പറയുകയാണ്, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉന്നതമായ നന്മകൾ കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു മനുഷ്യനും ചിന്തിക്കാനോ ഭാവന കാണാത്തനോ അല്ലെങ്കിൽ ഒരു ഹൃദയം ഇന്നോളം മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വിധം നന്മകൾ കൊണ്ട് ദൈവം നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ ഈ രാത്രി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു ഹൃദയവും അതിന്നോളം അനുഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ആ ഒരു അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് മുമ്പിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ നൈറ്റ് വിജിൽ നിങ്ങൾ പ്രത്യേകമാം വിധം 3 നിയോഗങ്ങൾ സമർപ്പിക്കണം. അത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായിക്കൊള്ളട്ടെ. ഒരു ഹൃദയവും ഇതോളം ചിന്തിച്ചിട്ട് ഇങ്ങനെ സംഭവിക്കും എന്ന് ഹൃദയത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത വിധം ദൈവം പ്രവർത്തിക്കുമെന്ന് 1 കൊരിന്ത്യർ 2:9 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. ഒന്ന് കണ്ണുകൾ അടച്ച് ഇരുകരവും നന്നായി ഒന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. നീ തളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല, നീ സങ്കടപ്പെട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല, ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് നോങ്ങി നീ തളർന്നു പോകേണ്ട ഒരു ജീവിതമല്ല, മറിച്ച് ഈ രാത്രി ദൈവം നിനക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച നൈറ്റ് വിജിൽ രാത്രിയാണ്. ഇത് നിനക്ക് വേണ്ടിയുള്ള രാത്രിയാണ്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള രാത്രിയാണ്, നിന്റെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ സ്വർഗം ഇറങ്ങി വരുന്ന രാത്രിയാണ്. വിശ്വസിക്കണം.
നൽകണമേ. ദൈവം പറഞ്ഞില്ലേ, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു മനസ്സും ഇന്നോളം ഗ്രഹിക്കാത്ത നന്മകളെ ഈ രാത്രി ദൈവം പ്രദാനം ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ച് കരമുയർത്തി ദൈവകരങ്ങളിൽ നിന്നുള്ള അനുഗ്രഹത്തെയും അഭിഷേകത്തെയും നന്മകളെയും കൃപകളെയും സൗഖ്യങ്ങളെയും വിടുതലുകളെയും ഏറ്റെടുത്ത് അത്ഭുതങ്ങളെ ഭവനത്തെ ദർശിച്ച് മക്കളുടെ ജീവിതത്തിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, പങ്കാളികളുടെ മേൽ, സാമ്പത്തിക മേഖലയുടെ മേൽ, തകർച്ചകളുടെ മേൽ, പരാജയങ്ങളുടെ മേൽ ഈ രാത്രി വ്യാപരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപയെ ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ തന്നെ വിശ്വാസത്തിൽ കണ്ടേറ്റെടുത്ത് വിശ്വസിച്ച് ഇരുകരമുയർത്തി വിളിക്കുന്നു. ഈശോയെ, ഈശോയെ, ഹൃദയം തുറക്കി വിളിച്ചോ. ഭവനങ്ങളിൽ ഈശോ വരിക, കുടുംബങ്ങളിൽ ഈശോ വരിക, അകന്നു നിൽക്കുന്നവരിൽ ഈശോ വരിക. ചിന്തിച്ചതവരുടെ മേൽ ഏകീകരണത്തിന്റെ അരൂപിയായി കർത്താവിന്റെ ആത്മാവ് വ്യാപരിക്കുക. അഭിഷേകം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുക. തളർച്ചകളും മാനസികങ്ങളും കെട്ടുകളും ഭവനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തിക്കും ചെയ്യാത്ത പ്രവൃത്തി, ഒരു മനുഷ്യനും ചെയ്യാത്ത പ്രവൃത്തി ദൈവം നിനക്കായി ചെയ്യുന്നു. നിന്റെ കുടുംബത്തിനായി ദൈവം നിലകൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ, എൻ്റെ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പാടിക്കുക. അറിയാം, നീ റെഡിയല്ലേ? വെളിപാടിൽ പറയുന്നു, സ്വർഗത്തിൽ മുഴങ്ങിക്കെട്ട് ഈരടി. ഹല്ലേലൂയ. അഭിഷേകം നിറഞ്ഞ സ്വർഗം ആരാധിച്ച്. ഹല്ലേലൂയ. ഇരുകരങ്ങളും തുറന്നു പിടിച്ച് ആത്മാവേ, അതരം തുറന്ന് പാടാമോ? സ്വർഗത്തിലോട് ചേർന്ന് മലഹമാരോട് ചേർന്ന് ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അവന്റെ സ്നേഹം ധ്യാനിച്ചു. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഇരുകരങ്ങൾ ഉയർത്തിച്ചേർന്ന് പാടാം. കരങ്ങളൊന്ന് സാവധാനം. പാടി അഭിഷേകത്തോടെ ആത്മാവിന് വിട്ടുകൊടുത്ത് പരിശുദ്ധ ആത്മാവിൽ ആനന്ദിച്ചു. പരിശുദ്ധാത്മാവേ, അവന്റെ സാന്നിധ്യം അനുഭവിച്ചു.
ആദിനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ആദിനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ചേർന്ന് പാടി സാന്നിധ്യം അനുഭവിച്ചു. വലതുകരം ഉയർത്തി വലതുകരം വീശി ഒന്ന് ആരാധിക്കാം. നിന്റെ സ്നേഹം ഞങ്ങളെ വലയിച്ചു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ശാന്തമായിട്ടിരിക്കാം. പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമ്മൾ ജപമാല അർപ്പിച്ച് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ജോൺ ബോൾ സെക്കൻഡ് പ്രകാരം പറയുന്നുണ്ട്, ജപമാല ഐക്യം സൂക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ജപമാല ചൊല്ലി കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ഐക്യവും ഒരു സ്നേഹവും ഒരു കൂട്ടായ്മയും നമ്മളിൽ രൂപീകൃതമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം നമുക്കൊരുങ്ങാം. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. ചേർന്ന് പാടാം നമുക്ക്. മക്കളാണ് ഞങ്ങൾ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴും നമ്മേ. നീറുന്ന മനസ്സത്തോടെ ഞങ്ങൾ താഴ്വരയിലാമേ ഞങ്ങൾ ചേർന്ന് പാടാം. നിത്യസഹായം നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കണം അമ്മേ. പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. ജപമാല കരങ്ങളിലെടുത്ത് നമുക്കൊന്ന് ചേർന്ന് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി
മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന രഹസ്യം ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിൽ ഈ ടെലിവിഷൻ്റെ മുൻപിൽ നമ്മളായിരിക്കുന്നത് ഒത്തിരിയേറെ നിയോഗങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ആയിട്ടാണ്. പ്രത്യേകിച്ചും ഈ ദിവ്യരഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുക നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നാളുകളിൽ രോഗികളായി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ രോഗാവസ്ഥകളെ ഒന്ന് ചേർത്ത് വയ്ക്കുക. കഴിഞ്ഞ അനേക നാളുകളായി രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ചിട്ടും ഒരു സുഖം ലഭിക്കാത്ത ശാരീരിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം. ഈ അടുത്ത ദിവസങ്ങളിൽ ചില മാരക രോഗങ്ങളാണ് എന്ന് ശാസ്ത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളവരുണ്ടാവാം. ബയോപ്സിക്കും മറ്റും അയച്ച് കാത്തിരിക്കുന്നവരുണ്ടാവാം. ഓപ്പറേഷന് വിധേയരാകാൻ ഡോക്ടർ നിർദ്ദേശിച്ചവരുണ്ടാവാം. പ്രിയ ദൈവമക്കളെ, ഈ രാത്രി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രാത്രിയാണ്. ദൈവത്തിൻ്റെ കരത്തിൽ നമുക്കുള്ള സമ്മാനവുമുണ്ട്. നമ്മളെ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ രാത്രിയിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മുടെ രോഗാവസ്ഥകളെ ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒന്നാം ദിവ്യരഹസ്യം നമുക്ക് ചൊല്ലിക്കാഴ്ച വയ്ക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളിൽ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടിൽ അടിക്കപ്പെട്ടു എന്ന് നമ്മൾ ധ്യാനിക്കുക. ഈശോയുടെ പീഡാസഹനത്തെ കൺമുമ്പിൽ കാണുന്ന ഈ സമയത്ത് പ്രിയമുള്ളവരെ, ഒരു കാലത്തുമില്ലാത്ത വിധ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അനേക കുടുംബങ്ങൾ, ബിസിനസ് മേഖലകൾ, ചെറുകിട കർഷകർ, തൊഴിലാളികൾ, വിവിധ മേഖലയിലുള്ളവർ തകർന്നടിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പലർക്കും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ, കടഭാരത്തിന് അടിമപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ വരെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ ആശ്രയിക്കാം. ഈശോയെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ രഹസ്യം ഈ നിയോഗത്തിനായി സമർപ്പിച്ച് നമുക്ക് വലിയ ഉണർവോടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിക്കുന്ന ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. ഈ രാത്രിയിൽ ഈ ദിവ്യരഹസ്യത്തോട് ചേർത്ത് നമ്മുടെയൊക്കെ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ അവർ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കാം, കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ വലിയ തിന്മയുടെ കെണികളിൽ വീണു പോകുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം. സ്കൂൾ തലം മുതൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും വലിയൊരു ശൃംഖല അവരെ ചുറ്റിപ്പറ്റി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടം ഏറെ കലുഷിതമായൊരു കാലഘട്ടമാണ്. ഒത്തിരിയേറെ നമ്മുടെ പ്രാർത്ഥനകളാൽ നമ്മുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കേണ്ടതുണ്ട്. തിന്മ നമ്മളുടെ മക്കളുടെ മേൽ നോട്ടമിട്ടിരിക്കുകയാണ്. എല്ലാത്തരം തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായ നമ്മുടെ യുവതലമുറ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ഇന്ന് അനേക മാതാപിതാക്കളുടെ കണ്ണുനീര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത, മക്കളെ ഓർത്താണ്. കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്നവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. എത്രയോ മാതാപിതാക്കൾ ഈ രാത്രിയിൽ ചങ്കുപൊട്ടി കരയുന്നു. പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് വയ്ക്കാം. അമ്മയുടെ നീലയങ്കിയിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ, സംരക്ഷിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവ്യരഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരിക്കാം. നാലാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് ഏറ്റവും അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളം മേൽഭാരമേറി കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന ദിവ്യരഹസ്യം ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വേദനയോട് ഞങ്ങൾ ഹൃദയപൂർവ്വം ചേരുന്നു. ഈശോയെ, സ്റ്റേഷനിൽ ഞങ്ങൾ അനേക കുടുംബങ്ങളിൽ ഇന്ന് ഒത്തിരി യുവതീ-യുവാക്കൾ വിവാഹ തടസ്സം മൂലം വ്യസനിക്കുന്നവരുണ്ട്. അവരുടെ ഹൃദയ നൊമ്പരങ്ങളെയും തടസ്സങ്ങളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ വേദനയും ദുഃഖവും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെയും ദൈവമേ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുക. വിവാഹ തടസ്സമുള്ള ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ, അങ്ങ് കനിഞ്ഞവരുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് അനേക വർഷമായിട്ട് ഇതുവരെയും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഈ വ്യസനിക്കുന്നവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കർത്താവേ, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ നിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുക. എന്നാൽ ചിലരൊക്കെ ജോലി തടസ്സം മൂലം വ്യസനിക്കുന്നവരുണ്ട്. ആ മേഖലയും കൂടി ഞങ്ങളിപ്പോൾ ചേർത്ത് സമർപ്പിക്കുന്ന കർത്താവേ, നീ തടസ്സങ്ങളെടുത്ത് നീക്കണമേ. അനാദിയിൽ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയ പങ്കാളികളെ പരസ്പരം കണ്ടുമുട്ടുവാനും ദൈവം അവർക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനും ദൈവം നൽകുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ പ്രകാരമുള്ള തടസ്സത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ജീവിതങ്ങളിലേക്കും ഈശോയുടെ കുരിശിൻ്റെ യാത്രയുടെ യോഗ്യതയാ കൃപ വർഷിക്കപ്പെടുവാൻ
പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ രഹസ്യം കാഴ്ചവെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ മാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന ദിവ്യരഹസ്യം ധ്യാനിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം വന്ന് നിറയട്ടെ. പലപ്പോഴും ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലെ ചില പ്രതിസന്ധികൾക്ക് കാരണം. അതിനാൽ ദൈവ സാന്നിധ്യം കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ എന്നിപ്പോൾ പ്രാർത്ഥിക്കുക. ചില തകർച്ചകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവയെല്ലാം അമ്മ വഴിയായി ഈശോയ്ക്ക് വെച്ച് കൊടുക്കുക. ജീവിത പങ്കാളിയുടെ ചില സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നിമിത്തം, ചില സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങൾ നിമിത്തം, ചിലപ്പോൾ സ്നേഹമില്ലാത്തതിൻ്റെ, പരിഗണിക്കാത്തതിൻ്റെ ഒക്കെ കാരണങ്ങൾ പറഞ്ഞ് നിസ്സാര കാരണങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന, ശിഥിലമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വന്നു നിറയുവാൻ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ,
കുടുംബങ്ങളായി അവയെല്ലാം രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ഈ ദിവ്യരഹസ്യം നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാ
മാതാവേ, കരയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്തഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. രോഗമിയെന്നവരാരോഗ്യം പകരും കരുണാസാഗരമേ, പാപിക്കവനിലാശ്രയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വാനവനിരയുടെ രാജ്ഞി, പാവാന്മാരുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ